നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തിരുവനന്തപുരം കഠിനംകുളത്ത് ആതിര എന്ന യുവതിയെ കുത്തിക്കൊന്ന കേസിൽ പ്രതിയെ തേടി പോലീസ് 40 മണിക്കൂർ പിന്നിടുമ്പോൾ ഇൻസ്റ്റാഗ്രാം സുഹൃത്തായ പ്രതിയെ പോലീസ് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ചെല്ലാനം സ്വദേശി ജോൺസൺ ഔസേപ്പാണ് മണിക്കൂറുകളായി പോലീസിനെ വെട്ടിച്ച് മറഞ്ഞിരിക്കുന്നത്. മെഡിക്കൽ കോളേജിലെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾ ഏറ്റുവാങ്ങിയ മൃതദേഹം വഞ്ഞാറമൂട് ആലിയാടുള്ള ആതിരയുടെ വീട്ടുവളപ്പിൽ സംസ്കരിച്ചു. ആതിരയുടെ മൃതദേഹം പൊതുദർശനത്തിന് വെച്ചപ്പോൾ ബന്ധുക്കളും അയൽവാസികളും വിങ്ങിപ്പൊട്ടി. മാതാപിതാക്കളെ ആശ്വസിപ്പിക്കാനാവാതെ ആതിരയുടെ ഭർത്താവും തളർന്നു. കൊലപാതകി എന്ന് സംശയിക്കുന്ന ജോൺസൺ ഔസേപ്പ് ആതിരയുടെ കുടുംബ വീടിന്റെ പരിസരത്തും എത്തിയതായി നാട്ടുകാർ വെളിപ്പെടുത്തുന്നുണ്ട്. ആഴ്ചകൾക്ക് മുമ്പ് കഠിനംകുളത്തെ വീട്ടിൽ നിന്നും മാറി കുടുംബ വീടായ വെഞ്ഞാറമൂട് ആലിയാട് മൂളയം പഴവിള പ്ലാവില വീട്ടിൽ ആതിര ദിവസങ്ങളോളം താമസിച്ചിരുന്നു. ഇതേ സമയത്ത് തന്നെ ചെല്ലാനം സ്വദേശിയായ ജോൺസൺ സമീപത്തെ കടയിലെത്തി ആതിരയുടെ കുടുംബത്തെക്കുറിച്ച് അന്വേഷണം നടത്തിയെന്നാണ് പുറത്തുവരുന്ന വിവരം. പ്രതിയുടെ ഫോട്ടോ നാട്ടുകാരിലടക്കം ചിലർ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. പാചക തൊഴിലാളിയായ കുട്ടപ്പന്റെയും അമ്പിളിയുടെയും ഇളയ മകളാണ് ആതിര. കൊല്ലപ്പെടുന്നതിന്റെ തലേ ദിവസവും ആതിര കുടുംബത്തോടൊപ്പം മാതാപിതാക്കളെ കാണാൻ മൂളയത്തെ വീട്ടിൽ എത്തി. തിരികെ പോയി എങ്കിലും ചൊവ്വാഴ്ച ആതിര കുടുംബ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരാനായി പോകുന്നതിനിടെയായിരുന്നു കൊലപാതകം ഉണ്ടായത്. സമൂഹ മാധ്യമത്തിലൂടെ ജോൺസണുമായി 6-7 മാസങ്ങൾക്ക് മുമ്പായിരുന്നു ആതിര പരിചയപ്പെട്ടത്. ഇയാൾക്ക് ക്രിമിനൽ പശ്ചാത്തലമുണ്ടെന്ന് പിന്നീടായിരുന്നു ആതിര തിരിച്ചറിഞ്ഞത്. ഇയാളുമായുള്ള ബന്ധത്തെ ചൊല്ലി രാജീവും ആതിരയും തമ്മിൽ അസ്വാരസ്യങ്ങൾ നിലനിന്നിരുന്നുവെന്നും ഈ യുവാവിൽ നിന്ന് ആതിരയ്ക്ക് ഭീഷണി നേരിട്ടതിനാൽ പൂജയ്ക്ക് പോകുന്ന നേരങ്ങളിൽ തന്നോടൊപ്പം ക്ഷേത്രത്തിൽ വന്നിരിക്കാൻ രാജീവ് ആവശ്യപ്പെട്ടിരുന്നതായും പറയുന്നു. കഠിനംകുളം പരിസരത്ത് 1 മാസത്തിലേറെയായി പ്രതി വന്നുപോയിരുന്നു. പെരുമാതുറ ഭാഗത്തെ ഒരു കെട്ടിടത്തിൽ ഇയാൾ ഡിസംബർ, ജനുവരി മാസങ്ങളായി പലതവണ വന്ന് താമസിച്ചതായാണ് വിവരം. പെരുമാതുറ ഹാർബറിൽ ജോലിക്ക് വന്നുവെന്നും മറ്റുമായിരുന്നു വീട്ടുടമസ്ഥനോട് പറഞ്ഞിരുന്നത്. സംഭവത്തിന്റെ എല്ലാ വശങ്ങളും പോലീസ് പരിശോധിക്കുകയാണ്. ആതിരയുടെ ഭർത്താവ് രാജീവിന്റെ മൊഴി കഴിഞ്ഞ ദിവസം പോലീസ് രേഖപ്പെടുത്തിയിരുന്നു. കഴിഞ്ഞ ചൊവ്വാഴ്ച രാവിലെ 11:30യോടെയായിരുന്നു വെഞ്ഞാറമൂട് സ്വദേശിനി ആതിരയെ വീട്ടിൽ കഴുത്തറുത്ത് കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. വീടിന് തൊട്ടടുത്തുള്ള ക്ഷേത്രത്തിൽ പൂജാരിയായ ഭർത്താവ് രാജീവ് പൂജ കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോഴായിരുന്നു ആതിരയെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. ആതിരയെ ഇൻസ്റ്റാഗ്രാമിലൂടെ പരിചയപ്പെട്ട ചെല്ലാനം സ്വദേശിയായ യുവാവ് എല്ലാ മാസവും ആതിരയെ കാണാൻ കഠിനംകുളത്ത് എത്താറായി ഉണ്ടായിരുന്നു എന്നാണ് പോലീസ് കണ്ടെത്തിയിട്ടുള്ളത്. ഇൻസ്റ്റാഗ്രാം സുഹൃത്തായ യുവാവാണ് കൃത്യം നടത്തിയതെന്നാണ് പോലീസ് നിഗമനം. ഈ സമയങ്ങളിൽ യുവാവ് താമസിക്കാറുള്ള പെരുമാതുറയിലെ മുറിയിൽ കഴിഞ്ഞ ദിവസം പോലീസ് പരിശോധന നടത്തിയിരുന്നു. 3 ദിവസം മുമ്പ് ഇയാൾ തനിക്കൊപ്പം വരണമെന്നും ഇല്ലെങ്കിൽ ആതിരയെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയതായും ഭർത്താവ് പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. ഫിസിയോതെറാപ്പിസ്റ്റായ പ്രതിക്ക് എറണാകുളത്തും കൊല്ലത്തും സുഹൃത്തുക്കളുണ്ട്. പ്രതി തന്നെ കൊണ്ടുവന്ന കത്തി കൊണ്ടായിരുന്നു ആതിരയെ കുത്തിയിരിക്കുന്നതെന്നാണ് പോലീസ് പറഞ്ഞത്. ഇൻസ്റ്റാഗ്രാം സുഹൃത്തുമായുള്ള ബന്ധം ഭർത്താവും വീട്ടുകാരും അറിഞ്ഞ ശേഷം ആതിര ഈ ബന്ധത്തിൽ നിന്ന് പിന്നോട്ട് പോവുകയായിരുന്നു. ആതിരയെ കൊലപ്പെടുത്തിയ ശേഷം പ്രതി വീട്ടമ്മയുടെ സ്കൂട്ടറുമെടുത്തായിരുന്നു സംഭവ സ്ഥലത്തു നിന്നും രക്ഷപ്പെട്ടതും. ചിറയൻകീഴ് റെയിൽവേ സ്റ്റേഷനിൽ വാഹനം വെച്ച ശേഷം ട്രെയിൻ കയറി തിരുവനന്തപുരം ഭാഗത്തേക്ക് പോവുകയായിരുന്നു എന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. CCTV ദൃശ്യങ്ങൾ അടക്കം പരിശോധിച്ച് പ്രതിയെ പിടികൂടാനാകുമെന്ന പ്രതീക്ഷയിലാണ് പോലീസ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.